കായലിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് നടത്തുന്ന മണൽ ഖനനം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. ദേശീയപാത വികസനം അനിവാര്യമാണെങ്കിലും പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കി മണൽ ഖനനം പോലെയുള്ളവ ഇതിന്റെ പേരിൽ നടത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. കായംകുളം കായലിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് നടത്തുന്ന മണൽ ഖനനം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മാനദണ്ഡങ്ങൾക്കനുസൃതമായി മാത്രമേ ഡ്രഡ്ജിംഗ് അനുവദിക്കാവൂ എന്ന് അറിയിപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ പോയി പരിശോധിച്ച് എനിക്ക് റിപ്പോർട്ട് നൽകിയത് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഡ്രഡ്ജിംഗ് നടക്കുന്നതെന്നാണ്. കായലിന് കരയിൽ നിന്ന് 150 മീറ്റർ അകലെ നടക്കേണ്ട ഡ്രഡ്ജിംഗ് ആ 150 മീറ്ററിനുള്ളിൽ പരിധിയിൽ നടത്തിക്കൊണ്ടിരുന്നു. കൂടാതെ ഓവർലോഡ് കയറ്റിയ വാഹനങ്ങൾ പോയി ആ പ്രദേശത്തെ റോഡുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപ്പോൾ അത്തരത്തിൽ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഡ്രഡ്ജിംഗ് നടക്കുന്നു എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഡ്രഡ്ജിംഗ് നിർത്തിവെച്ച് ഈ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെന്ന നിർദ്ദേശം നൽകിയത്. ഈ ഡ്രഡ്ജിങ്ങിന് അനുമതി നൽകിയ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അഭിപ്രായം അതായിരുന്നു. പക്ഷേ ഈ ഡ്രഡ്ജിംഗ് നടത്തിക്കൊണ്ടിരുന്ന കമ്പനി അനധികൃതമായി വീണ്ടും ഡ്രഡ്ജിങ് പുനരാരംഭിക്കുകയും ഒരു തരത്തിലുള്ള നിബന്ധനകൾ ജനങ്ങളുടെ ജീവന സംരക്ഷണം നൽകുന്ന പരിസ്ഥിതിക്ക് സംരക്ഷണം നൽകുന്ന നിബന്ധനകൾ പാലിക്കില്ല എന്ന് നിർബന്ധം പിടിച്ച് ഡ്രഡ്ജിങ് പുനരാരംഭിച്ചതിനെ തുടർന്നാണ് സംസ്ഥാന ഇറിഗേഷൻ മന്ത്രി ശ്രീ മോൻസ് ജോസഫുമായി ഞാൻ സംസാരിച്ചത്. ശ്രീ മോൻസ് ജോസഫിൻ്റെ നിർദ്ദേശപ്രകാരം ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയറാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഇപ്പോൾ അവിടെ ഡ്രഡ്ജിങ് നിർത്തലാക്കിയിരിക്കുകയാണ്, താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യം, ദേശീയപാത വികസനത്തിന് നടക്കേണ്ടതാണ്, അതിന് മണ്ണും ആവശ്യമായി വരും. പക്ഷെ അത് എടുക്കുന്നത് ജനജീവിതത്തെ ദുസ്സഹമാക്കിക്കൊണ്ടാകരുത്. മാനദണ്ഡങ്ങൾ ലംഘിച്ച് കരയോട് ചേർന്ന് മണ്ണെടുത്ത് വീടുകൾക്ക് ശക്തിക്ഷയം, കിണറുകൾ താഴ്ന്നു പോകുന്നു. ഭാവിയിലും കായംകുളത്തെ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായി എടുത്തിരിക്കുന്നൊരു നിലപാട്, ഡ്രഡ്ജിങ് നടത്തുന്നെങ്കിൽ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിരിക്കണം, കായലിൻ്റെ കരയിൽ നിന്ന് കൃത്യമായ അകലത്തിലായിരിക്കണം, പാരിസ്ഥിതികമായ മാനദണ്ഡങ്ങൾ പാലിക്കണം, പ്രദേശത്തെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന നടപടികൾ അനുവദിക്കില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രഡ്ജിങ്ങിന് ഒപ്പം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മണ്ണെടുപ്പിനെ അനുകൂലിക്കാൻ സാധ്യമാവുകയുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് ഒരു യോഗം വിളിച്ചു ചേർക്കണം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കൂടി ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ, ഒരു പ്രൊസീജിയർ തീരുമാനിച്ച് പരിസ്ഥിതിക്ക് ദോഷമല്ലാത്ത രീതിയിൽ, ജനജീവിതത്തെ ദുസ്സഹമല്ലാത്ത രീതിയിൽ തുടർന്നാൽ മാത്രമേ ഈ ഡ്രഡ്ജിങ്ങിനെ അനുകൂലിക്കാൻ സാധ്യമാവുകയുള്ളൂ. ദേശീയപാത വികസനം നടപ്പാക്കേണ്ടതാണ്. എന്നാൽ പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കി മണൽ ഖനനം പോലെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നത് അംഗീകരിക്കാനാകില്ല. മാനദണ്ഡങ്ങൾ പാലിച്ച് മണൽ ഖനനം നടത്തുന്നതിന് കുഴപ്പമില്ല. എന്നാൽ ജനജീവിതത്തെ ദുസ്സഹമായി ബാധിക്കുകയാണെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടെന്നും ലിജു പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.